രാവിലെയും വൈകിട്ടും എപ്പോൾ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മളൊരു പാനിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് അയൺ തവ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തതേ ഉള്ളൂ. അതും ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു തക്കാളി നല്ലോണം പഴുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇരുമ്പിൻ്റെ നല്ല തവയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കി ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര മാഗിയാണ് എടുക്കുന്നത് അത്രയും മസാലയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മാഗി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 2 മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാഗി വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 തവി വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇത് കുട്ടീസിന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. അപ്പോഴത്തേ ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊരു 3 പോർഷനാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിത് 3 ഭാഗമാക്കി മാറ്റിയിട്ട് ഒരേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ദോശമാവില്ലേ, നമ്മുടെ ഇഡ്ഡലി മാവുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. സാധാരണ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള മാവില്ലേ, അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ദോശയുടെ മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ നല്ലത് ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ ഫുള്ളായിട്ട് ഇതൊന്ന് മിക്സായിട്ട് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മേലെ എല്ലാവരുടെയും ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ആ മേലെ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഈ സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം എടുത്ത് മാറ്റാം. നല്ല ചൂടോടെ കഴിക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.